യെസ് മിസ്റ്റർ ഗുണ്ടാസ്, നിങ്ങൾക്ക് ഇനി എന്താണ് വേണ്ടത് പറയൂ. ഞങ്ങൾ ഗുണ്ടകളാ. ഓ ശരി, ഗുണ്ടച്ചേട്ടൻ പറ. ചിറക്കൽ ഗ്രൂപ്പിന്റെ വെട്ടാനും കുത്താനും ഒക്കെയുള്ള മുഴുവൻ കൊട്ടേഷനും ഞങ്ങൾക്ക് കയറണം. ആയിക്കോട്ടെ. അപ്പിയല്ലേ? നിർത്ത്. ജഗദീപ് മോൻ അങ്ങനെ വാക്ക് കൊടുക്കാനൊക്കെ വരട്ടെ. ചിറക്കൽ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇനി സരളയാ തീരുമാനിക്കുന്നത്, അല്ലേ മോളെ? പിന്നല്ലാണ്ട്. എന്നാ നമുക്ക് പോകാം. എങ്ങോട്ട്? മോന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക്. കല്യാണം കഴിഞ്ഞ വധു ഭർതൃഗ്രഹത്തിലേക്കല്ലേ പോകേണ്ടത്? വീട്ടിലോട്ടോ? അയ്യോ അതിനെ ഒന്നും പറയണ്ട, അതാ നാട്ടു നടപ്പ്. അയ്യോ, ഗുണ്ടകളൊന്ന് പിടിച്ചു കയറ്റിക്കോ. ലഡു. ശരി വേണം. ഫ്രോഡാണെങ്കിലും പാവമായിരുന്നു. അവന്റെ കാര്യം ഇതോടെ തീരുമാനമായി തോന്നുന്നു. ശരിക്കും ഇതിനാണല്ലേ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിച്ചിട്ട് തുപ്പാനും വയ്യാന്ന് പറയുന്നത്. എന്താ തിരുമേനി? അത്ര ശുഭകരമായ രാശി അല്ലല്ലോ സത്യാമ്മയെ കാണുന്നത്. ഈ വീടിനെ ചുറ്റിയുള്ള ദോഷങ്ങൾ ഇനിയും മാറിയിട്ടില്ല. തിരുമേനി പറഞ്ഞ ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്തിരുന്നു. വീട്ടിൽ നിന്ന് പുറത്താക്കിയ കുഞ്ഞിനെ മടക്കിക്കൊണ്ടുവന്ന് അന്നവും നൽകി. ചില ശാപങ്ങൾ ഈ വീടിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ തിരുമേനി. അത്രയും നല്ലത്. ശാപങ്ങൾ ഒഴിവായി. പക്ഷേ ഒരു കൈക്കുഞ്ഞിന്റെ മരണം, ഐശ്വര്യദേവതയുടെ പടിയിറക്കം, വിരഹം, കണ്ണുനീര്, ഇതൊക്കെയാണ് മുന്നിൽ കാണുന്നത്. തിരുമേനി അതെങ്ങനെ? ശാപമല്ല സത്യാമ്മേ. ഇക്കുറി ഒരു ആത്മാവിന്റെ അപ്രീതിയാണ് സത്യാമ്മയുടെ വീടിനെ ചുറ്റിത്തിരിയുന്നത്. തിരുമേനി ആരുടെ കാര്യം പറയുന്നേ? പേരു പറയാൻ നിർവാഹമില്ല സത്യാമ്മേ. തിരുമേനി എന്തോ ഈ പറയുന്നേ? ഈ ആത്മാവെന്ന് പറയുന്ന ഒരു ചൈതന്യം മാത്രമല്ലേ? അതിന് ഈ കൈകാലുകളോ ശക്തിയോ ഒക്കെ ഉണ്ടോ? ഈ സീരിയലിൽ കാണുന്ന പോലെ ആരെങ്കിലൊക്കെ കഴുത്തേരിക്കാനൊക്കെ ആത്മാവിനെ കൊണ്ട് പറ്റൂ? രാഘവൻ നായർ പറയുന്നത് തന്നെയാ ഞാനും പറയുന്നത്. സാധ്യമല്ല. ജീവനുള്ള ഒരു ശരീരത്തിൽ ആത്മാവിന്റെ സാന്നിധ്യമുണ്ടെന്ന് സമ്മതിക്കുമല്ലോ. അതെപ്പോഴും അവിടെയുണ്ട്. പക്ഷേ നാം അത് തിരിച്ചറിയുന്നില്ല. നമ്മുടെ ചിന്തകളും ശബ്ദങ്ങളുമാണ് പലപ്പോഴും ആത്മാവിനെ നമ്മിൽ നിന്നും മറയ്ക്കുന്നത്. കുറച്ചു നേരം കണ്ണടച്ച് ഏകാഗ്രചിത്തനായിരിക്കൂ. നമ്മുടെ ഹൃദയം ഇടിക്കുന്നുണ്ട്, നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ട്, നമ്മുടെ ഞരമ്പിലൂടെ രക്തമോടുന്നുണ്ട്. ഇതിനെല്ലാമുള്ള ശക്തി എവിടെ നിന്ന് വരുന്നു? ആത്മാവിൽ നിന്നും. ഇതേ ആത്മാവ് ശരീരം വിട്ടൊഴിയുമ്പോഴല്ലേ മനുഷ്യന്റെ ശരീരം കിളിയൊഴിഞ്ഞ കൂടുപോലെ മൃതമാകുന്നത്? ശരീരം വിട്ടൊഴിയുന്ന ഈ ശക്തി എവിടേക്ക് പോകുന്നു?
ഇന്നുവരെ ആരും ഉത്തരം നൽകിയിട്ടില്ല ഈ ചോദ്യത്തിന്. ആ ശക്തി ഭൂമിയിൽ ജീവിക്കുന്ന മറ്റു മനുഷ്യർക്ക് ദോഷമായി ഭവിക്കാതിരിക്കാനാണ് നമ്മൾ ആത്മാവിനുള്ള മരണാനന്തര കർമ്മങ്ങൾ നടത്തി ഒഴിപ്പിച്ചു വിടുന്നത്. അങ്ങനെ ഒരു ശക്തി ഈ വീട്ടിൽ ചുറ്റിത്തിരിയുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ആ ശക്തി ഇവിടെയുള്ളവരുടെ വാക്കുകളെയും പ്രവൃത്തികളെയും സ്വാധീനിച്ചേക്കാം. അതിന്റെ ദോഷഫലങ്ങൾ തീർച്ചയായും ഉണ്ടാകും. ചിലരതിനെ നെഗറ്റീവ് എനർജി എന്നൊക്കെ വിളിക്കും. രണ്ടും ഒന്ന് തന്നെ. തിരുമേനി, ഇതിനൊരു പരിഹാരത്തിന് മുമ്പ് പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കാൻ സത്യാമ്മേ. പരേതാത്മാക്കൾക്ക് അപ്രിയമുണ്ടാകുന്നത് അവരുടെ ഹിതത്തിന് വിരുദ്ധമായി മറ്റുള്ളവർ പെരുമാറുമ്പോഴാണ്. പ്രത്യേകിച്ചും അവർ ജീവിച്ചിരുന്ന കാലത്ത് നമ്മൾ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ എന്തെങ്കിലും ലംഘിക്കുകയോ മറ്റോ ചെയ്യുമ്പോൾ. പൂജ കൊണ്ടും ഹോമം കൊണ്ടും പരിഹാരമില്ലെന്നല്ല, പക്ഷെ പരിധിയുണ്ട്. മനുഷ്യനായിട്ട് ചെയ്യാവുന്നത് മനുഷ്യനായിട്ട് തന്നെ ചെയ്യണം. സത്യാമ്മയ്ക്ക് പരേതാത്മാക്കൾക്ക് അപ്രിയമായതെന്തെങ്കിലും ഈ വീട്ടിൽ നടന്നതായിട്ട് ഓർമ്മയുണ്ടോ? മുമ്പ് സത്യാമ്മ നൽകിയ ഒരു വാഗ്ദാനത്തിന്റെ ലംഘനം. വേറൊരു കല്യാണം കഴിക്കാൻ പറയണം രോഗത്തിനോട്. ഇനിയുള്ള കാലമെങ്കിലും അവനൊരു പെണ്ണിന്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കണം. സത്യാമ്മ എനിക്ക് വാക്ക് തരണം. വാക്ക് വാക്ക്. പത്മാവതി ശ്യാമ രോഹിത്തിനിണങ്ങിയ പെണ്ണല്ലേ? സാർ, ഇനി എന്തെങ്കിലും വേണോ? ശ്യാമേ, ഒന്നും വേണ്ട. ഞങ്ങൾക്ക് കുറച്ച് സമയം കൂടി സീറ്റൊന്ന് വേണം. അതിന് എത്രയാണെന്ന് വെച്ചാൽ ഞാൻ പേ ചെയ്തോളാം. നോ പ്രോബ്ലം, ഇറ്റ്സ് ഓക്കെ. ശ്യാമേ, സമയം കുറേയായി. നമുക്ക് പോവാം. എത്ര നേരം ഇവിടെ എങ്ങനെ ഇരിക്കും? നമ്മൾ വന്നു കഴിഞ്ഞ് ഒരുപാട് പേര് വന്നുപോയി. ഈ ടേബിളിലും അവർക്ക് കച്ചവടം നടത്തേണ്ടതാ. മര്യാദ കൊണ്ട് അവരത് തുറന്നു പറയുന്നില്ലെന്നേ ഉള്ളൂ. നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണോ? ബന്ധുക്കൾ ചമഞ്ഞെത്തിയവർ ദമ്പതികളെ കൊലപ്പെടുത്തി സ്വർണവും പണവുമായി കടന്നു കളഞ്ഞൊന്നും. ഭഗവതി, വരുന്നവരെയും പോകുന്നവരെയൊക്കെ വീട്ടിൽ കയറ്റരുതെന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാ. ഒരു ഗോർക്കയുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല. തീരുമണ്ടൻ. കഴിഞ്ഞ ദിവസം തന്നെ പ്ലംബറാണെന്ന് പറഞ്ഞൊരു കള്ളം വന്ന് കേറിയില്ലേ? അവനെങ്ങാനും നമ്മുടെ തലയറത്തോണ്ട് പോയിരുന്നെങ്കിലോ? ഇവിടെയാണെങ്കിൽ ആനക്കൊമ്പും മാൻകൊമ്പും എല്ലാം ഉണ്ട്. പതുക്കെ പറ. നീ പോയി ഒരു ചായ എടുത്തോണ്ട് വാ. ഓരോന്ന് വായിച്ചിട്ട് തൊണ്ട വരളുവാ.
നീ പ്ലംബർ ആണെങ്കിൽ യവൻ ആരാണ്? നീ പ്ലംബർ ആണെങ്കിൽ യവൻ ആരാണെന്ന് ഇതല്ലേ ഇപ്പൊ പറഞ്ഞുതരാമേ. അയ്യോ, തിരിച്ചറിഞ്ഞ ആ കൂർക്ക എന്നെ വെട്ടി മപ്പാസാക്കുൽ. എന്റെ ശിവനെ, ഒരു മറയ്ക്ക് വേണ്ടിട്ട് കൂളിംഗ് ഗ്ലാസ് എങ്കിലും വെക്കാം. മുസ്തഫ, കാർ ഗേറ്റിന് നേരെ തിരിച്ചു നിർത്തിയിട്ട് ഹോൺ അടിക്കാം. നമ്മള് വെറുതെക്കാരൊന്നും അല്ലല്ലോ, ചെറുക്കൽ രാമചന്ദ്രന്റെ ബന്ധുക്കളാ. എടോ ഗൂർക്കേ, രാമചന്ദ്രൻ സാറിന്റെ മകന്റെ ഭാര്യയാ ഇരിക്കുന്നത്. ഇസ് ഘർ കി ബഹു. താൻ മര്യാദയ്ക്ക് പോയി ഗേറ്റ് തുറക്ക. ഗേറ്റ് ഖോലോ. ഓക്കെ മാഡം, ഓക്കെ. കണ്ടോ, കാര്യം പറഞ്ഞപ്പോ അയാൾക്ക് മനസ്സിലായി. മോളെ, ഈ വില നീ ഈ വീട്ടിൽ പാലിച്ചോണം. ഈ വീട്ടിലെ മരുമോളാ നീ. ആഹാ, അമ്മയ്ക്ക് ഹിന്ദിയൊക്കെ നന്നായി അറിയാലോ. പിന്നെ നാഷണൽ പൊളിറ്റിക്സിൽ മുഴുവൻ മാർവാടികളല്ലേ. മുസ്തഫ, വണ്ടി എടുത്തോ. മുസ്തഫ, സുസ്മിതയ്ക്ക് ഡോർ തുറന്നു കൊടുക്ക. എന്റെ ശിവനെ, എന്തായി തീരുമെന്ന്. അല്ല, മോൻ ഇറങ്ങുന്നില്ലേ? ഞാന് ഇറങ്ങണോ? ആ, അത് ശരിയാ. മോൻ അവിടെ ഇരുന്നോ. രാമചന്ദ്രന് ഒരു സർപ്രൈസ് കൊടുക്കാൻ നമുക്ക്. ശിവനെ, നീ രക്ഷിച്ചു. സർപ്രൈസ് നല്ലതാ. വാ മോളെ. അമ്മ, ഇതൊക്കെ ഇങ്ങനെ തന്നെയാണോ വേണ്ടേന്നൊരു സംശയം. അല്ല, അവര് നിലവിളക്കൊക്കെ തന്നല്ലേ എന്നെ സ്വീകരിക്കണ്ടേ? കൊള്ളാം, സ്വീകരിച്ചത് തന്നെ. സാരമില്ല മോളെ, ആ രാമേന്ദ്രൻ വന്ന് നമ്മളെ വെല്ലുവിളിച്ചിട്ട് പോയതല്ലേ. നിന്റെയും ജഗദീപിന്റെയും കല്യാണം നടത്താൻ സമ്മതിക്കില്ലെന്നും പറഞ്ഞ്. അയാൾക്കാദ്യം ഒരു യമണ്ടൻ ഷോക്ക് കൊടുക്കണം. അവര് ഭാര്യയും ഭർത്താവും ആദ്യം മേഘത്തിന് മുകളിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വരട്ടെ. എന്നിട്ടൊപ്പിക്കാം നമുക്ക് നിലവിളക്കും നിറപറയും ഒക്കെ. നീ വാ. വാ. എന്റെ ശിവനെ, എന്താവൂ എന്തോ. വരുന്നിടത്ത് വെച്ച് കാണാം. ഉദ്ദേശം 45ഉം 25ഉം വയസ്സുള്ള അമ്മയും മകളുമെന്ന് പരിചയപ്പെടുത്തിയ 2 സ്ത്രീകളാണ് കൊലയാളികൾ. മോടിയായി വേഷം ധരിക്കുകയും ഭംഗിയായി സംസാരിക്കുകയും ചെയ്യുന്ന ഇവരെ ഇനിയും കണ്ടുകിട്ടിയിട്ടില്ല. കണ്ടെത്തുന്നവർ പോലീസിനെ വിവരം അറിയിക്കേണ്ടതാണ്. ഇവിടെ ആരുമില്ലേ? ആരാ? ആരാ? രാമചന്ദ്രൻ എവിടെ? നിങ്ങളാരാ? അത് ഞാൻ രാമേന്ദ്രനോട് പറഞ്ഞോളാം. അപ്പൊ ഞാനല്ലേ രാമചന്ദ്രൻ? നിങ്ങൾ എന്താടോ വടി വിഴുങ്ങിയതുപോലെ നിൽക്കുന്നത്? ഓ, ഇവിടുത്തെ കാര്യസ്ഥനായിരിക്കും അല്ലേ? എന്നിട്ടാ ഡ്രോയിങ് റൂമിൽ ഇങ്ങനെ മലർന്നിരുന്നു പത്രം വായിക്കുന്നേ. സുസ്മിതേ, ഒന്ന് നോക്കി വെച്ചോണോ ഇയാളെ.
ജോലിക്കാരെ ഒന്നും നമ്മുടെ തലയ്ക്ക് മീതെ പറക്കാൻ അനുവദിക്കരുത്. അത് ഞാൻ ഏറ്റമ്മേ. ഹ, ഇയാളോട് പറഞ്ഞില്ലേ രാമേന്ദ്രനെ വിളിക്കാൻ? അയാളില്ലെങ്കിൽ അയാളുടെ ഭാര്യ ശശികലയെ വിളിക്കാം. ശശികലേ, ജോലിക്കാരന്റെ ധിക്കാരം കണ്ടോ അമ്മേ? വീട്ടുടമസ്ഥ പേരെടുത്ത് വിളിക്കുന്നു. ആ, അതാ ഞാൻ പറഞ്ഞത്. എന്താ രാമേന്ദ്രേട്ടാ? നമ്മുടെ തലയെടുക്കാൻ വന്നവരാടി. എന്നെ കണ്ടിട്ട് അവർക്ക് മനസ്സിലായില്ല. രാമചന്ദ്രൻ എവിടെയെന്ന് അവരെന്നോട് ചോദിക്കുന്നു. ഞാൻ ഇവിടത്തെ ജോലിക്കാരനാന്നാ അവര് കരുതിയിരിക്കുന്നേ. അയ്യോ, നീ പേടിക്കാതിരിക്കേ. ശശികലയെ വിളിച്ചപ്പോ ഇവരെന്തിനാടി വന്നത്? ശശികല എന്ന് പേരുള്ള ജോലിക്കാരി ആയിരിക്കും അമ്മേ. ആ ആ രാമേന്ദ്രന്റെ ഭാര്യ ചായ എടുക്കാനൊക്കെ നിൽക്കോ? ആ, എനിക്കും തോന്നി. എന്താ രാമേന്ദ്രേട്ട ചെയ്യാ? പോലീസിനെ വിളിച്ചാലോ? നീ നിക്ക്. അവരുടെ ഉദ്ദേശം എന്താണെന്ന് അറിയട്ടെ. നമുക്ക് ജോലിക്കാരായിട്ട് തന്നെ ഭാവിച്ചാ മതി. നീ വാ. എന്താടോ നിന്ന് പൊട്ടം കളിക്കുന്നത്? രാമചന്ദ്രനെയും അയാളുടെ ഭാര്യ ശശികലയും വിളിക്ക്. രാമേന്ദ്ര സാറിനെ വിളിക്കാം. പക്ഷേ അതിനു മുമ്പ് കാര്യം എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. നീ ഇങ്ങോട്ട് നീങ്ങി നിൽക്ക. ദേ, ഈ നിൽക്കുന്നത് ആരാന്നറിയോ? ചെറക്കൽ രാമചന്ദ്രന്റെയും ശശികലയുടെയും മേഘമകൻ ജഗദീപ് കുമാർ രജിസ്റ്റർ വിവാഹം കഴിച്ച സുസ്മിത രാജശേഖരൻ. രാമേന്ദ്രേട്ടാ, ഇത് വിഷയം വേറെയാ. അവനെ വിളിക്ക്. രാമേന്ദ്രേട്ടനോ? ഇതെന്താടി? ഇവിടെ സെർവൻസിനെല്ലാം മുതലാളിമാരുടെ പേരായിരിക്കും അമ്മ. രാമേന്ദ്രേട്ട വിളിക്കവനെ. ജഗദീപ്, എടാ ജഗദീപ്. ജഗദീപേ, എടാ ജഗദീപേ. ജഗദീപ് പുറത്തല്ലേ? ഇയാൾ എന്തിനാ മുകളിലോട്ട് നോക്കി വിളിക്കുന്നേ? അതാമ്മ എനിക്ക് മനസ്സിലാവാത്ത. ജഗദീപേട്ടൻ കുറെ നേരമായിട്ട് നമ്മുടെ കൂടെ അല്ലേ? ജഗദീപേ, ഇതാ വരുന്നു. എന്താ അച്ഛാ? ജഗദീപിനെ വിളിച്ചപ്പോ ഇവൻ എന്തിനാ വന്നേ? ചിലപ്പോ അസിസ്റ്റന്റ് ആയിരിക്കും അമ്മേ. ഏതാടാ ഈ പെണ്ണ്? എനിക്കറിയില്ല അച്ഛാ. എടാ, ഈ പെണ്ണ് നീ രജിസ്റ്റർ മാരേജ് കഴിച്ചോ? ഞാൻ ഈ പിശാചിനെ കണ്ടിട്ട് പോലുമില്ല അച്ഛാ. നിങ്ങൾ എന്തിനാ അവനെ തല്ലുന്നത്? നിങ്ങളല്ലേ പറഞ്ഞത് അവളെ എവനാണ് രജിസ്റ്റർ മാരേജ് കഴിച്ചതെന്ന്? അതിവനല്ല, ജഗദീപ്, ജഗദീപ് കുമാർ. വന്നേ. ദേ, ജഗദീപ് എന്ന് പറയുന്നത് ഇവനാ. എടോ, ഈ ജഗദീപിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ചെറക്കൽ രാമചന്ദ്രന്റെയും ശശികലയുടെയും മകൻ ജഗദീപിന്റെ കാര്യ. ദേ പെണ്ണുപിള്ളേ, ചിറക്കൽ രാമചന്ദ്രൻ എന്ന് പറയുന്നത് ഞാനാ. ഈ നിൽക്കുന്നത് എന്റെ ഭാര്യ ശശികല. ഇതെന്റെ മകൻ ജഗദീപ്. ദേ, ചുമ്മാ തമാശ പറയരുത്. നിർത്ത്. ഈ കാണുന്നതാണ് നിങ്ങൾ പറയുന്ന ജഗദീപ്? അതെ.
ഇവനെ പക്കാ ഫ്രോഡാ. ഇവന്റെ ശരിക്കുള്ള പേരെന്താന്ന് പോലും എനിക്കറിയില്ല. ഗസറ്റ് പരസ്യം കൊടുത്ത് ജഗദീപ് എന്ന് പേര് മാറ്റിയിരിക്കുക. ചിറക്കൽ രാമചന്ദ്രന്റെ മകനാണെന്ന് പറഞ്ഞ് ഇവൻ കാണിച്ച തട്ടിപ്പിനെല്ലാം എവിടെ നിന്നെല്ലാം ഞാൻ തല്ലുകൊണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. എടി ഇങ്ങോട്ടൊന്ന് വന്നേ. വാ വാ ഇങ്ങോട്ട്. ഇങ്ങോട്ട് വരാൻ. അമ്മ അമ്മ വണ്ടി എവിടെ? എവിടെ? എടോ കാർ എവിടെ? അത് അയാള് കൊണ്ടുപോയി മാഡം. ആര്? ജഗദീപോ? അതെ, അയാള് കൊണ്ടുപോയി.